അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് photochemical reduction of H2O to H2 by ruthenium bipyridine 2+ or excited state outer sphere electron transfer reactions or photolysis of water. അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കുക. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് പറയാൻ കാരണം. ഓക്കെ, ഇത് ഞാൻ ഔട്ടർ സ്ഫിയർ മെക്കാനിസം ഇന്നർ സ്ഫിയർ മെക്കാനിസം എന്നുള്ള ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ റെഡോക്സ് റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾ ആ സിലബസിൻ്റെ ഏറ്റവും അവസാനം ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് photochemistry of ruthenium bipyridine complex. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് photochemical reduction of H2O to H2 by ruthenium bipyridine or excited state outer sphere electron transfer. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ട്രാൻസിഷൻ മെറ്റീരിയൽ കോംപ്ലക്സ് ഈ ഫോട്ടോൺ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് HNO ഫോട്ടോൺ ലൈറ്റ് ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചിലപ്പോൾ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് സിംഗിൾറ്റ് സ്റ്റേറ്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ലോങ് ലീവ്ഡ് എക്സിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് റിഡോക്സ് റിയാക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റിഡോക്സ് കെമിസ്ട്രി എൻഹാൻസ് ചെയ്യും. റിഡോക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ, ആ ടൈപ്പ് റിയാക്ഷൻ അതിൻ്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ അത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ഈ ഡിഫറെൻറ്റ് റിഡോക്സ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് ruthenium bipyridine complex. The redox properties of a transition metal complexes may change dramatically if it has absorbed energy and exists in the excited state. അപ്പോൾ നമുക്ക് ട്രൈസ് 2,2- bipyridine ruthenium 2 cation or ruthenium bipyridine 2+ cations ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then one of the famous and widely studied complex is ruthenium bipyridine 2+ cations. Okay, this ruthenium bipyridine 2+ cations, when it's absorb light energy for 52 nanometer HNU to gets the excited species, then the excited state species initially forms triplet state or double star ruthenium bipyridine 2+. It has short-lived existence. Okay, this relaxes to long-lived one star ruthenium bipyridine 3+, bipyridine 3 2+ species. Okay, the electronic transition involved in this absorption is an example of metal to ligand charge transfer spectra. അതായത് ruthenium bipyridine 3 2+, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് HNO അബ്സോർബ് ചെയ്തിട്ട്, HNO എന്ന് പറയുമ്പോൾ 452 നാനോമീറ്റർ HNO അബ്സോർബ് ചെയ്തിട്ട് ഡബിൾ സ്റ്റാർ ruthenium bipyridine 3 2+ എന്നാണ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ എത്തുന്നു. ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഈ ഷോർട്ട് ലീവ്ഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് റേഡിയേഷൻലെസ് ഡീകേ നടന്നിട്ട് ലോങ് ലീവ് ആയിട്ടുള്ള സ്റ്റാർ ruthenium bipyridine 3 2+ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇതിനെന്ത് നടക്കുന്നത്, ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഔട്ടർ സ്ഫിയർ മെക്കാനിക്സ് ആണെങ്കിലും ഇന്നർ സ്ഫിയർ മെക്കാനിക്സ് ആണെങ്കിലും അവിടെ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഏത് ടൈപ്പ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ദാറ്റ് ഈസ് MLCT ട്രാൻസിഷൻ. വാട്ട് ഈസ് MLCT? മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. രണ്ട് ടൈപ്പ് CT സ്പെക്ട്ര ഉണ്ട്. അതാണ് ലിഗാൻഡ് ടു മെറ്റൽ, LMCT ഉണ്ട്, അതേപോലെ തന്നെ MLCT ഉണ്ട്. ഓക്കെ, LMCT എന്ന് പറയുമ്പോൾ ലിഗാൻഡ് ഓർബിറ്റിൽ നിന്ന് മെറ്റൽ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് LMCT. ഇനി MLCT എന്ന് പറയുമ്പോൾ മെറ്റൽ ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് MLCT. അപ്പോൾ MLCTക്കുള്ള കണ്ടീഷൻ എത്രയുള്ളൂ, എന്താണ്, മെറ്റൽ സെന്റർ എപ്പോഴും ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റും ലിഗാൻഡ് എപ്പോഴും എന്താണ് പൈ ബോണ്ടിങ് ക്യാരക്ടർ, അതായത് അരോമാറ്റിക് ക്യാരക്ടറുള്ള ലിഗാൻഡ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് LMCT ആയിരിക്കും. അപ്പോൾ MnO4 നടക്കുന്ന ഏതാണ്, മെറ്റൽ ടു ലിഗാൻഡ് ആണ്. ലിഗാൻഡ് ടു മെറ്റൽ, കാരണം എന്താണ്, മെറ്റൽ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റും ലിഗാൻഡ് ഇലക്ട്രോൺ റിച്ചും ആണ്. പക്ഷെ നേരെ തിരിച്ച് ലിഗാൻഡ് ഇലക്ട്രോൺ റിച്ചും മെറ്റൽ അരോമാറ്റിക് ആണെങ്കിൽ അവിടെ നടക്കുന്നത് MLCT, മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസിഷൻ നടക്കുന്നു. മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസിഷൻ ഇവിടെ എങ്ങനെ നടക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ruthenium 2+ transfer its electrons to
ബൈപിരിഡൽ സ്പീഷീസ്. എന്താണ് ബൈപിരിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബൈപിരിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, this is the bipyridine ligand. Pi anti-bonding aromatic ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റൽ സെന്ററിൽ നിന്ന് ലിഗാൻഡ് സെന്ററിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ റുതേനിയം കൺവേർട്ട് ടു റുതേനിയം 3+ ആൻഡ് ബൈപിരിഡൽ കൺവേർട്ട് ടു ബൈപിരിഡൽ മൈനസ്. ബൈപിരിഡൽ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ ബൈപിരിഡൽ മൈനസ് ആയിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, റുതേനിയം ബൈപിരിഡൽ 2 ബൈപിരിഡൈൻ 2+. Okay, or we can simply represent ruthenium bipyridine 3+. This is the excited state species. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലിഗാൻഡ് ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് തന്നെ ദിസ് കോംപ്ലക്സ് ആക്ട് ആസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് ദാൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദാൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. ഇനി അതേപോലെ തന്നെ ഇലക്ട്രോൺസ് മെറ്റൽസിന് ലിഗാൻഡിലേക്ക് പോയത് കൊണ്ട് തന്നെ ആ മെറ്റൽ സെന്ററിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, 2+ 3+ ആയി മാറിയിട്ട്. അപ്പോൾ ആ മെറ്റൽ സെന്റർ ഹോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് റുതേനിയം സ്പീഷീസ് act as a better oxidizing agent than the ground state. അപ്പോൾ ഒരേ സ്പീഷീസ് തന്നെ ഓക്സിഡേഷൻ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലിഗാൻഡ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. എങ്ങനെയാണ് ലിഗാൻഡ് ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ എത്തുന്നത്? ടു MLCT ട്രാൻസിഷൻ മെറ്റൽ ടു ലിഗാൻഡ്. ഓക്കെ, ദ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് in ligand antibonding orbitals make this excited state cation much better reducing agent than the ground state. Much better reducing agent than the ground state. ഇനി അതേ സമയം റുതേനിയം 2+ to 3+ ആയതുകൊണ്ട് റുതേനിയത്തിൽ ഹോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് the hole created at the ruthenium 3+ center enhance its electron seeking power, and as a result the excited state cation എന്ന് പറയുമ്പോൾ റുതേനിയം സെന്റർ ആണ് ഉദ്ദേശിച്ചത്. The excited state cation is also much better oxidizing agent than it was in the ground state. Okay, than it was in the ground state. അപ്പോൾ ഒരേ മെറ്റൽ തന്നെ അല്ലെങ്കിൽ ഒരേ സ്പീഷീസ് തന്നെ ഈ ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി റെഡ്യൂസിങ് പ്രോപ്പർട്ടിയും കാണിക്കുന്നത് എപ്പോഴും എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് റിഡോക്സ് പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യുന്നത്. നമുക്കത് ഇങ്ങനെ കാണിക്കാൻ പറ്റും. Then ruthenium bipyridine 2+ ground state excited by absorbing Hν for 52 nanometer to get double star ruthenium bipyridine 3 state. Okay, this undergo radiationless decay. This is a short-lived state, triplet state. This undergo radiationless decay to forms single state star ruthenium bipyridine 3 2+ state. Okay, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും plus star ruthenium bipyridine 2+ may emit orange red lights, luminescence or undergo oxidation reduction. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിച്ചിട്ട് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ റുതേനിയം ബൈപിരിഡൈൻ 3+ സ്റ്റേറ്റ്. ഓക്കെ, ഏതാണ് റുതേനിയം if it reduction can takes place plus. ഓക്കെ, ഇനി ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ റുതേനിയം BPY thrice 3+. അപ്പോൾ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പീഷീസ് ആണ്. നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പീഷീസ് 2+ന് ഓക്സിഡേഷൻ ആണെങ്കിൽ റുതേനിയം ബൈപിരിഡൈൻ 3+ഉം റിഡക്ഷൻ ആണെങ്കിൽ റുതേനിയം ബൈപിരിഡൈൻ +ഉം. ഓക്കെ, ഇതിന്റെ ഈ വോൾട്ടേജ് ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ +1.26 വോൾട്ട്. ഞാൻ ഇതിന്റെ PDF നോട്ട് നിങ്ങൾ അയക്കുന്നുണ്ട്. അതിന്റെ ആ കറക്റ്റ് ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളുന്നില്ല. ഇതിന്റെ വോൾട്ടേജ് ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വോൾട്ടേജ് ഡിഫറൻസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും എന്താണ് a comparison of redox properties of a ground state with those of the excited state is shown in this figure. Here we see that star ruthenium bipyridine 2+ is better oxidizing agent than ruthenium bipyridine 2+ by 2.12 volts. And it's better reducing agent by
2.12 volts. This large voltage from which one can easily see that the potential for a wide range of redox chemistry or potential difference കൊണ്ടാണ് ഇത് ഈ ഒരു redox property enhance ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് റിഡോക്സ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റ് റിഡോക്സ് പ്രോപ്പർട്ടി ഓഫ് റുതേനിയം കോംപ്ലക്സ് ഉണ്ട്. ക്രൂട്സ് ആൻഡ് സ്റ്റുറ്റിംഗ് എന്നുള്ള രണ്ട് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സജസ്റ്റഡ് ഇറ്റ് ഹാഡ് എ പോസിബിലിറ്റി ഫോർ ദ ഫോട്ടോകെമിക്കൽ ക്ലീവേജ് ഓഫ് വാട്ടർ. വാട്ടറിനെ ഫോട്ടോകെമിക്കലായിട്ട് ക്ലീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഈ രണ്ട് സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വാട്ടറിൻ്റെ ക്ലീവേജ് റിയാക്ഷൻ നമ്മൾ നോക്കിയ H2O ലിക്വിഡ് ബൈ അബ്സോർബിങ് HNu ടു ഗെറ്റ് H2 പ്ലസ് ഹാഫ് O2 ഡെൽറ്റ G0 എന്ന് പറയുമ്പോൾ 238 kJ per mole. അപ്പോൾ ഈ വാട്ടർ ക്ലീവേജിൻ്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ്റെ വോൾട്ട് നമ്മൾ നോക്കിക്കോളൂ. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ 2 ഇലക്ട്രോൺ പ്ലസ് 2 H2O ഗീവ്സ് 2OH മൈനസ് പ്ലസ് H2 റിഡക്ഷൻ റിയാക്ഷൻ. അതിൻ്റെ വോൾട്ട് വേണ്ട -0.41 വോൾട്ട് ആണ്. ഇനി ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെങ്കിൽ H2O ഓക്സിഡൈസ് ചെയ്താൽ 2H പ്ലസ് ഹാഫ് O2 പ്ലസ് 2 ഇലക്ട്രോൺ 0.82 വോൾട്ട് -0.82 വോൾട്ട് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വി വിൽ ഗെറ്റ് H2 ഗ്യാസ്. H2 ഗ്യാസ് ഇസ് എ ബെറ്റർ ഫ്യൂവൽ, ബെറ്റർ ഗ്രീൻ ഫ്യൂവൽ. അപ്പോൾ അതാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ നമുക്ക് എന്ത് വെച്ചിട്ട് നടത്താൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റുതേനിയം ബൈപീരിയഡ് കോംപ്ലക്സിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പീഷീസ് വെച്ചിട്ട് നടത്താൻ പറ്റും. ഇനി നോക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഈ റുതേനിയം ബൈപീരിയഡ് കോംപ്ലക്സിനെ ആശ്രയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഒരിക്കലും HNuവിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യില്ല. കാരണം എന്താണ്, വാട്ടർ ഡസ് നോട്ട് അബ്സോർബ് വിസിബിൾ ലൈറ്റ്. വാട്ടർ ഒരിക്കലും വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് സ്പ്ലിറ്റിംഗ് എന്നുള്ള റിയാക്ഷൻ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ആ റിയാക്ഷൻ വാട്ടർ ഫോട്ടോൺ അല്ലെങ്കിൽ വാട്ടർ ലൈറ്റിനെ അബ്സോർബ് ചെയ്തില്ലെങ്കിലും എന്ത് പറ്റുമെന്ന് ചെയ്തിട്ടില്ലെങ്കിലും ഈ റുതേനിയം ബൈപീരിയൽ HNu അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ബൈപീരിയൽ HNu അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ എക്സൈറ്റഡ് സ്പീഷീസ് ഈസ് എൻ എനർജി റിച്ച് മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു സ്പീഷീസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വോൾട്ടേജ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മനസ്സിലാക്കിക്കോളുക, വാട്ടർ ഒരിക്കലും വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല ബൈ ദ ഹെൽപ്പ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് റുതേനിയം ബൈപീരിയൽ സ്പീഷീസ്. അപ്പോൾ നോക്കാം, the excited state cation has the potential to reduce water. വാട്ടറിനെ റെഡ്യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആർക്കുണ്ട്, ഈ എക്സൈറ്റഡ് സ്പീഷീസിനുണ്ട്. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2H2O gives 2H plus H2. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് വാട്ടർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 മോളിക്യൂൾ വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 മോളിക്യൂൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. അതായത് ഒരു 2 മോളിക്യൂൾ വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ 2 ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. ഈ 2 ഇലക്ട്രോൺ ആര് കൊടുക്കും? എക്സൈറ്റഡ് സ്റ്റേറ്റ് റുതേനിയം സ്പീഷീസ് പറഞ്ഞിട്ടുണ്ട്, അത് റിഡോക്സ് പ്രോപ്പർട്ടി കാണിക്കും. റുതേനിയം ഇലക്ട്രോണിന് MlCt ട്രാൻസിഷൻ നടന്നിട്ട് റുതേനിയം 3+ ആയിട്ട് മാറും. അപ്പോൾ ഒരു റുതേനിയം മോളിക്യൂൾസ് 3+ ആവുന്ന സമയത്ത് 1 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സ്പീഷീസ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ നോക്കാം, 2 star ruthenium bipyridine 3 2+ undergo MlCt transition to get 2 ruthenium bipyridine 3+ plus 2 electrons. So 2+ to 3+ ആവും. That means oxidation takes place. എങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്നത്? ബൈ MlCt ട്രാൻസിഷൻ ടു മെറ്റൽ ടു ലിഗാൻഡ്. ദെൻ ആ 2 ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് നോക്കുക, 2H2O gives 2OH plus H2. മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു 2 ഇലക്ട്രോൺ കൊടുക്കുന്ന ആരാണ്? റുതേനിയം സ്പീഷീസ്. H2 is a green fuel. അപ്പോൾ H2 ഗ്രീൻ ഫ്യൂൽ ആയിട്ട് ഫ്യൂലിന് ഒരുപാട് ആവശ്യമുള്ളൊരു നല്ലൊരു ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂലാണ് H2 ഗ്യാസ്. അപ്പോൾ H2 ഗ്യാസ് നമുക്ക് ബെറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷൻ ക്യാൻ ബി റിട്ടേൺ 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് 2 star ruthenium bipyridine 3 2+ plus 2H2O gives 2 ruthenium bipyridine 3+ plus 2OH minus plus H2 gas. അപ്പോൾ
അപ്പോൾ ഇവിടുത്തെ ഒരു സ്പീഷീസ് ഉണ്ടായിട്ട് റുതേനിയം ബൈപ്പിഡൽ 3+. ഈ സ്പീഷീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. നോക്കുക വാട്ടറിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ H2O gives 2H++ half O2 plus 2 electrons. ഓക്കെ, അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന് ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ റുതേനിയം ബൈപ്പിഡൽ 3+ ആണ്. അപ്പോൾ റുതേനിയം 3+ ആണ്. അത് തിരിച്ച് 2+ലേക്ക് മാറണമെങ്കിൽ ഒരു മോളിക്യൂൾ 2+ലേക്ക് മാറാൻ 1 ഇലക്ട്രോൺ, ദെൻ 2 മോളിക്യൂൾ 2+ലേക്ക് മാറാൻ 2 ഇലക്ട്രോൺസ്. ആ 2 ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റുതേനിയം ബൈപ്പിഡൽ 3+ generated in equation 1 could then oxidize water. Okay, അപ്പോൾ അതിനെങ്ങനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റുതേനിയം ബൈപ്പിഡൽ 3+ plus 2 electron gives 2 റുതേനിയം ബൈപ്പിഡൽ 2+. മീൻസ് എന്താണ് 3+ 2+ സ്റ്റേറ്റിലേക്ക് തന്നെ മാറും. ഓക്കെ, ദെൻ ആ 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് ആരായിരിക്കും? H2O gives half O2 plus 2H+ plus 2 electrons. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺസും ഈ 2 ഇലക്ട്രോൺസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 റുതേനിയം ബൈപ്പിഡൽ 3+ plus H2O gives 2 റുതേനിയം ബൈപ്പിഡൽ 2+ plus half O2 plus 2H. അപ്പോൾ ഇവിടെ റുതേനിയത്തിന് റിഡക്ഷനും ഇവിടെ റുതേനിയത്തിന് ഓക്സിഡേഷനും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വാട്ടറിന് റിഡക്ഷനും ഇവിടെ വാട്ടറിന് ഓക്സിഡേഷനും. അപ്പോൾ നമുക്ക് ഈ റുതേനിയത്തിന്റെ ആബ്സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് എ കാറ്റലിറ്റിക്. കാരണം റുതേനിയത്തിന് എന്താണ് പറയാം, യാതൊരു ചേഞ്ചും വരുന്നില്ല. കാരണം റുതേനിയം 2+ എടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് 2+ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ വിത്തൗട്ട് റുതേനിയം അല്ലെങ്കിൽ റുതേനിയത്തിന്റെ ആബ്സെൻസ് നമുക്ക് ഒരു കാറ്റലിറ്റിക് റിയാക്ഷൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ആബ്സെൻസ് ഓഫ് റുതേനിയം കോംപ്ലക്സ് ദ ഓവറോൾ റിയാക്ഷൻ റിവീൽ ഇറ്റ്സ് catalytic property. Okay, here we can simply represent the photochemical reduction of H2O to H2 by methyl vialogen as a quenching agent. അതായത് നമുക്ക് ഈ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റും ഒരു മീഥൈൽ വയലോജൻ എന്നുള്ള ഒരു കൊഞ്ചിങ് ഏജന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു സൈക്കിൾ നിങ്ങൾ എക്സാമിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മീഥൈൽ വയലോജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ദെൻ TeOA എന്ന് പറയുമ്പോൾ ട്രൈ എഥനോളമീൻ എന്നുള്ളൊരു ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ നമുക്ക് റുതേനിയം 2+2 റുതേനിയം 2+2 റുതേനിയം സ്റ്റാർ 2+ by absorbing HNO. ഈ HNO അബ്സോർബ് ചെയ്തിട്ട് റുതേനിയം 2+ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് റുതേനിയം 2+2 റുതേനിയം 3+ ആവും ബൈ റിലീസിങ് 1 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബൈ ഓക്സിഡേഷൻ. അപ്പോൾ Mb2+ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തിട്ട് Mb+ ആവും. ഇവിടുന്ന് Ru ഓക്സിഡൈസ് ചെയ്യുന്ന അതേ സമയം തന്നെ Mb2+ റെഡ്യൂസ് ചെയ്ത് Mb+ ആവും. ദെൻ Mb+ തിരിച്ച് ഓക്സിഡൈസ് ചെയ്യും ബൈ മീൻസ് ഓഫ് റിലീസ് ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡൈസ് ചെയ്യുന്ന അതേ സമയം തന്നെ Mb2+ ആവുന്ന ആ ഇലക്ട്രോൺസ് H2O വാങ്ങിച്ചിട്ട് H2 റെഡ്യൂസ് ചെയ്തിട്ട് H2 ഗ്യാസ് ആവും. H2 ഗ്യാസ്. ദെൻ Ru ബൈപീരിയഡൽ 3+ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് Ru ബൈപീരിയഡൽ 2+ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് TeOA+ ആയി ഡീകമ്പോസിഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇവിടെ റുതേനിയത്തിന് ഒരു കാറ്റലിറ്റിക് സൈക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആസ് എ മീഥൈൽ വയലോജൻ ആസ് എ കൊഞ്ചിങ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോൺ കാരിയർ ഒരു കൊഞ്ചിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. H2O റെഡ്യൂസ് ചെയ്തിട്ട് H2 ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോകെമിക്കൽ റിഡക്ഷൻ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും ബൈ മീൻസ് ഓഫ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോകെമിക്കൽ ക്ലീവേജ് ഓഫ് വാട്ടർ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫോട്ടോകെമിക്കൽ ക്ലീവേജ് ഓഫ് വാട്ടർ ബൈ റുതേനിയം ബൈപീരിയഡ് കോംപ്ലക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫോട്ടോകെമിസ്ട്രി ഓഫ് റുതേനിയം ബൈപീരിയഡ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.